എല്ലാവർക്കും ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. എല്ലാവരും എല്ലാ ദിവസവും സന്തോഷിക്കണം. അതാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ശിവപൂജ, വിഷ്ണുപൂജ, കുബേരപൂജ എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും പൂജയിൽ എല്ലാ ദിവസവും നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ ഇടുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നടക്കും. എല്ലാ ദിവസവും നമ്മുടെ പൂജയിൽ ധാരാളം ആൾക്കാർക്ക് ഫലമുണ്ടാകും. ധാരാളം ആളുകൾക്ക് ജോലി ലഭിക്കുന്നുണ്ട്, വസ്തു മേടിക്കുന്നുണ്ട്, വീട് മേടിക്കുന്നുണ്ട്, ബിസിനസ് രംഗത്ത് ഉയർച്ചയുണ്ടാകുന്നു. ധാരാളം സാമ്പത്തികമായ ഉയർച്ചയാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. ലോട്ടറി അടിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി. അതുപോലെ തന്നെ പ്രധാനമായൊരു സന്തോഷ വാർത്തയുണ്ട്. സെപ്റ്റംബർ 5 നമ്മുടെ ജ്യോതിഷത്തിൽ ഒരു ഞറുക്കെടുപ്പുണ്ട്. ഒന്നാം സമ്മാനം നേടുന്ന ഭാഗ്യവാന് 25,000 രൂപയും മൊബൈലാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ പങ്കാളിയാവും സാധിക്കും. അതുകൊണ്ട് അതും ചെറുതായി ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് പറയാനുള്ള പ്രധാനമായി നമ്മുടെ ജ്യോതിഷം നോക്കാൻ വന്ന ഒരു വ്യക്തിക്ക് മഹാലക്ഷ്മി ഗണത്തിൽപ്പെട്ട നാളാണ്. മഹാലക്ഷ്മി ഗണത്തിൽപ്പെട്ട 27 നാളിൽ 15 നാളുകൾ മഹാലക്ഷ്മി ഗണത്തിൽപ്പെട്ടതാണ്. മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ അഷ്ടലക്ഷ്മിയിൽ ഒരു പ്രധാനമാണ്. ആ ലക്ഷ്മിയിൽ പ്രധാനമായി പറയേണ്ടത് ധനലക്ഷ്മി ഗണത്തിൽപ്പെട്ട നാളുകാരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ധനലക്ഷ്മി ഗണത്തിൽപ്പെട്ട നാളുകാർ 15 പേരുണ്ട്. ആ 15 പേർക്ക് രാജയോഗമുള്ളവരാണ്. അവർക്ക് എപ്പോഴും സാമ്പത്തികമായി ഉയർച്ചയുള്ള നാളുകൾ. അങ്ങനെ ധനലക്ഷ്മി ഗണത്തിൽപ്പെട്ട നാളുകാരെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായി ഇന്ന് പറയുന്നത്. ആ നാളുകാരിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അശ്വതി നക്ഷത്രമാണ്. അവരെപ്പോഴും ധനം വന്നു ചേരുന്ന നാളുകാർ. വളരെയധികം വാശിക്കാരാണ്. പക്ഷേ അവർ കാരുണ്യമുള്ളൊരു മനസ്സുള്ളവരാണ് ഈ അശ്വതി നക്ഷത്രക്കാർ. ആരെയും സഹായിക്കാനുള്ള മനസ്സെപ്പോഴും ഈ അശ്വതി നക്ഷത്രത്തിനുണ്ട്. അതുതന്നെ അവർക്ക് എപ്പോഴും തലവേദനയായി മാറും. അവരെല്ലാവരെയും പൂർണ്ണമായി വിശ്വസിക്കും. അതാണ് അവർക്കൊരു പോരായ്മ. പക്ഷേ അവരുടെ ഗണം ധനലക്ഷ്മി ഗണത്തിൽപ്പെട്ടതായതുകൊണ്ട് അവരുടെ ഗുണം മഹത്തരമാണ്. നിർമ്മലമായ മനസ്സാണ്. അതുകൊണ്ട് അവർക്ക് ഏത് വിധേനയും ധനം വന്നു ചെയ്യും എന്നുള്ളതാണ് ഈ ധനലക്ഷ്മി ഗണത്തിൽപ്പെട്ട നാളുകാർക്കുള്ള ഏറ്റവും വലിയ ഐശ്വര്യം. ഏത് പ്രശ്നങ്ങൾ വന്നാലും അതവർ പരിഹരിക്കാനുള്ള തൻ്റെ ഇടം അവർക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത നാളുകാർ ഭരണി, കാർത്തിക, രോഹിണി എന്നീ നാളുകാരാണ് ഈ ധനലക്ഷ്മി ഗണത്തിൽപ്പെട്ട നാളുകാർ. ഈ ഗണത്തിൽപ്പെട്ട നാളുകാർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും അവർ പ്രധാനമായി സർക്കാർ ജോലിയെക്കാട്ടിയും ബിസിനസ് രംഗത്താണ് അവർ തിളങ്ങുന്നത്. ആ ബിസിനസ് രംഗമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ശോഭിക്കാൻ കാരണം. ഒരു 25% ആൾക്കാർക്ക് മാത്രമേ സർക്കാർ ഉദ്യോഗം ഈ പറയുന്ന നാളുകൾ കിട്ടുന്നുള്ളൂ. അവർക്ക് ധനലക്ഷ്മി ഗണത്തിലായതുകൊണ്ട് അവർക്ക് ഏത് വിധേനയും ധനം വന്നു ചേരും. പ്രതീക്ഷിക്കാത്ത ദിക്കുകളിൽ നിന്നെല്ലാം അവർക്ക് ധനം വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതവരുടെ ഐശ്വര്യത്തിന്. അതുപോലെ തന്നെ അവർക്ക് ഭാര്യയും കൊണ്ടും അല്ലെങ്കിൽ ഭർത്താവിനെയും കൊണ്ടും മക്കളെയും കൊണ്ടും പരസ്പരം കുടുംബത്തിൽ നല്ല ഐശ്വര്യമായിരിക്കും ഈ നാളുകാർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമ്പോൾ വേറൊരു തരത്തിൽ അവരെ സഹായിക്കാൻ ലക്ഷ്മി ദേവി വരുമെന്ന് അവരറിയുന്നില്ല. അവരുടെ ദേവിയാണ് ലക്ഷ്മി എന്നാണ്. പക്ഷേ അവർ ദേവിയെ പൂജിച്ചു കഴിഞ്ഞാൽ അന്ന് തൊട്ട് അവർക്ക് ധനലക്ഷ്മി രൂപത്തിൽ പൂജിച്ചാൽ അവർക്ക് ഐശ്വര്യം വന്നു ചേരും എന്ന് അറിയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞ് തീർച്ചയായും നിങ്ങൾ മാറും. നിങ്ങൾ ധനലക്ഷ്മി രൂപത്തിൽ ദേവിയെ പൂജിക്കുക. നിങ്ങൾക്ക് ഐശ്വര്യം വരും ഈ പറഞ്ഞ നാളുകാർക്ക്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു നാളാണ് കേട്ട, പൂരിട്ടാതി, പുണർതം, പൂയം, ആയില്യം, മകം തുടങ്ങിയ നാളുകാരും ധനലക്ഷ്മി ഗണത്തിൽപ്പെട്ടവരാണ്. അവരും ഇതുപോലെ ചെയ്യണം. അവരും ഇതുപോലെ പിടിവാശിക്കാരെയാണ്. പിടിവാശിയൊക്കെ കുറഞ്ഞ് അതുപോലെ എടുത്തുചാട്ടൊക്കെ പെട്ടെന്ന് ചാടാതെ ചിന്തിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിജയം സുനിശ്ചിതമാണ്. ദേഷ്യമൊക്കെ കുറയ്ക്കേണ്ടതാണ്. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ഐശ്വര്യം വന്നു. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വരും. അതുപോലെ ലക്ഷ്മി ദേവിയെ പൂജിക്കണം. അതിൽ ധനലക്ഷ്മി രൂപത്തിൽ നിങ്ങൾ ഗണത്തിലുള്ളതായത് ആ ഗണത്തിലുള്ള ദേവിയെ പൂജിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനം കുമിഞ്ഞു വീഴും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറിക്കിട്ടും എന്നുള്ളതാണ് ഈ നാളുകാരുടെ പ്രത്യേകത. അതുപോലെ തന്നെ രേവതി, ഉത്രട്ടാതി, പൂരിട്ടാതി, മകം, ആയില്യം, പുണർതം, അത്തം, ചിത്തിര, ചോതി തുടങ്ങിയ നാളുകാരും ഈ ഗണത്തിൽപ്പെട്ടതാണ്. അവരും തീർച്ചയായും ധനലക്ഷ്മി പൂജിക്കണം. പൂജിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ദേവി കൊടുക്കും എന്നുള്ളതാണ്. ധനലക്ഷ്മി എന്ന് പറയുന്ന ഗണം വളരെയധികം ശ്രേഷ്ഠകരമായൊരു ഗണമാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ആ ഗണങ്ങളിൽ പെടാറുള്ളൂ. ഈ 15 നാളിൽ ഏറ്റവും ശ്രേഷ്ഠമായ 2 നാളുകൾ മാത്രമേ 100-ൽ 100 ധനലക്ഷ്മി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ.
ആ നാളുകാരെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. അതൊരു രഹസ്യമാണ്, പ്രപഞ്ച രഹസ്യമാണ്. അത് പറയാൻ പാടില്ല എന്നുള്ളത്. ബാക്കി 50% ഫലമാണ് ബാക്കിയുള്ള നാളുകാർക്ക് വരുന്നത്. എന്നാലും അവർ ശ്രമിച്ചാൽ നടക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ 15 നാൾ എന്ന് പറഞ്ഞെങ്കിലും ബാക്കിയുള്ള 12 നാളുകാർക്കും ഒരു 20% ധനലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ട്. തീർച്ചയായും ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ അനുഗ്രഹം ദേവി കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായും അവർ ധനലക്ഷ്മിയെ പൂജിക്കണം എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. പൂജിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും ലക്ഷ്മി ദേവി തരും. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓം ലക്ഷ്മി നാരായണ നമോ, ധനലക്ഷ്മി നാരായണ നമോ.